വെൽക്കം ബാക്ക് ടു അനദർ കഥ പറച്ചിൽ. നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഇനി അടുത്ത 16 മണിക്കൂർ നമ്മൾ ഈ ട്രെയിനിലായിരിക്കും. എൻ്റെ ടിക്കറ്റൊക്കെ ലാസ്റ്റ് മിനിറ്റ് ആണ് കേട്ടോ കൺഫേം ആയത്. ഇത് കണ്ടോ, ഇന്നലെ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്ന ഞാൻ രാവിലെ ആയപ്പോൾ കൺഫേം ടിക്കറ്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. മാസം മുന്നേ തൊട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ആയതുകൊണ്ട് മൈ ടിക്കറ്റ്സ് വർ ബുക്ക്ഡ് എ മന്ത് അഗോ. എങ്കിൽ പോലും എൻ്റെ ടിക്കറ്റ്സ് കൺഫേം ആയില്ല. തലേ ദിവസം എൻ്റെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് 13 വൈകുന്നേരം ആയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 4. പിന്നെ എൻ്റെ പ്രാർത്ഥന കാരണം കൺഫേം ആയി തോന്നുന്നു. എന്താണെങ്കിലും വി ആർ ഗോയിങ് ഓൺ എ സോളോ ട്രിപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ ആം സോ എക്സൈറ്റഡ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ മുഖത്ത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പം പീപ്പിൾ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ഒരുമാതിരി ഒരു നോട്ടം. ഞാൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായിട്ടാണോ എന്നറിയില്ല. എനിക്ക് കുറച്ച് വിയേർഡ് ഫീലിംഗ് ആയി തുടങ്ങി. എന്നാലും അതൊന്നും നമ്മളെ തളർത്തൂലല്ലോ. കുറേ ഫുഡൊക്കെ കൊണ്ട് കയറിയതുകൊണ്ടും കുറേ സമയം ഉണ്ടായതുകൊണ്ടും ഞാൻ ഓരോന്നും മൈൻഡാക്കാതെ എനിക്ക് എൻ്റെ സെൽഫ് ടൈം കൊടുക്കാൻ തീരുമാനിച്ചു. വൈകുന്നേരം ഒരു 5 മണി 6 മണി ടൈം ആകുമ്പം ട്രെയിൻ കൊല്ലം ആലപ്പുഴ റൂട്ട് പോകുന്നൊരു സീനുണ്ട്. എൻ്റെ മോനെ, ആ ഒരു ജേണി ഉണ്ടല്ലോ, ദ സൺസെറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കായലും പച്ചപ്പും ഹരിതാഭയും. അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് ട്രെയിനിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ ട്രെയിൻ എക്സാക്ട്ലി 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ടൈം ആയപ്പം ആ റൂട്ടായിരുന്നു. കോളേജിൽ കയറിയപ്പോൾ തൊട്ട് ഹോം ടു കോളേജ്, കോളേജ് ടു ഹോം, ദിസ് ഹാസ് ബിൻ ദ ഓൺലി സോളോ ജേർണി for 3.5 years, and finally I decided to break the shell. Maybe this is not easy, but I know that there's a lot of exciting things on the way. Never did I want to document this, but you know, this is my first, and for everyone their first is so special. അപ്പോൾ ആരോടും പറയണ്ട, നമുക്ക് പോയിട്ട് വരാം.